കുറച്ചു വർഷങ്ങളായി മലയാളികൾ കാണുന്നതും കേൾക്കുന്നതും ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. കേരയിൽ വരുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ അതിവേഗ പാത വരുന്നു, ശ്രീധരൻ്റെ പദ്ധതികൾ വരുന്നു, ഏറ്റവും അവസാനം തിരഞ്ഞെടുപ്പ് കാല ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ. സർക്കാരിൻ്റെ പുതിയൊരു പാത, കേരളിൻ്റെ കല്ലവിടെ ഒരു ഭാഗത്തുണ്ട്, ഇപ്പോൾ പുതിയ കല്ലുമായി ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ഇനി മുഴുവൻ യാത്രയും റെയിൽവേ ട്രെയിനിലാക്കേണ്ടി വരുമോ? അല്ല, ട്രെയിനിലാക്കിയാൽ നല്ലതാണ്. അതുകൊണ്ടാണ് ഈ കേരളിനും പിന്നെ സിൽവർ ലൈനിനും ഒക്കെ ഇത്ര ഡിമാൻഡ് വരുന്നത്. ഹൈ സ്പീഡ് റെയിൽ എന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് ഡിമാൻഡ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റോഡുകളിലൂടെ യാത്ര അസാധ്യമായിരിക്കുന്നു. നമ്മളിപ്പോൾ വലിയ വീതിയുള്ള റോഡുകൾ ഇപ്പോൾ പണിതിട്ടുണ്ട്, നാഷണൽ ഹൈവേ. പക്ഷെ അതുപോലും അപകടങ്ങൾ കൊണ്ട് നിറഞ്ഞതായി മാറുകയാണ്. ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ പലരും സേഫ് ഡ്രൈവായിട്ട് ഒരു ഹൈ സ്പീഡ് ട്രെയിൻ ഉണ്ടെങ്കിൽ അതിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ പലപ്പോഴും നമ്മൾ ശ്രീധരന്റെ വാക്ക് കടമെടുത്താൽ മാത്രം പദ്ധതി പ്രഖ്യാപിക്കുന്നു, ഒന്നും നടപ്പിലാകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ശ്രീധരന്റെ വാക്ക് കടമെടുത്താൽ ഫൂളിഷ് വെഞ്ചർ എന്നാണ് അദ്ദേഹം ഈ RRTSനെ കുറിച്ച് പറഞ്ഞത്. ഫൂളിഷ് വെഞ്ചർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് വെറും നടക്കാത്ത ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ നടത്തിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ RRTS എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പദ്ധതി ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് മെട്രോ ഉണ്ടെന്ന് വിചാരിക്കാം. ആ മെട്രോ ഇവിടുന്ന് നമ്മൾ ആറ്റിങ്ങൽ വരെ വെച്ചിട്ടുണ്ട് ലൈൻ. കരമന മുതൽ ആറ്റിങ്ങൽ വരെയുണ്ട്, അല്ലെങ്കിൽ പാപ്പനംകോട് മുതൽ ആറ്റിങ്ങൽ വരെ, നെയ്യാറ്റിക്കര മുതൽ ആറ്റിങ്ങൽ വരെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ആറ്റിങ്ങൽ നിന്ന് കൊല്ലത്തേക്ക് ഒരു റൂട്ട് ഉണ്ടാക്കും. നമ്മുടെ ഹൈവേയുടെ മുകളിൽ കൂടെയോ എങ്ങനെയെങ്കിലും എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അങ്ങോട്ട് വിടും. അപ്പോൾ ഈ മെട്രോയും യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവിടെ കൊല്ലത്ത് മെട്രോ വേണം. കൊല്ലത്ത് മെട്രോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേഷനുമായിട്ട് ഇത് കണക്ട് ചെയ്യും. അപ്പോൾ അവിടെ ഉള്ളവർക്ക് പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് അവിടേക്ക് പോയിട്ട് തിരിച്ച് വന്ന് ഈ ട്രെയിനിൽ കയറി തിരുവനന്തപുരത്ത് വരാം. ഇതുപോലെ നമ്മൾ പിന്നെ ആലപ്പുഴയ്ക്ക് പോവുകയാണ്. ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ അവിടെയും വേണം മെട്രോ. അവിടെയും മെട്രോ ഉണ്ടെങ്കിൽ ഇതൊരു സ്റ്റേഷനിൽ കൊണ്ട് നിർത്തും. അവിടെ നിന്ന് പോയി ആൾക്ക് ഇറങ്ങി വരാം. അടുത്ത് എറണാകുളം മെട്രോ ഉണ്ട്, കുഴപ്പമില്ല, എറണാകുളത്തെ ഒരു സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പിടിപ്പിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂർ, ഇങ്ങനെ നമ്മൾ കാസർഗോഡ് വരെ, ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജ് തൃശ്ശൂർ വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ ആദ്യം മെട്രോ വേണം. മെട്രോ ഇല്ലാതെ ഈ സൗകര്യം ചെയ്താൽ അത് വേസ്റ്റായി പോകും. അപ്പോൾ മെട്രോയും ഇതും ലിങ്ക് ചെയ്ത് വേണം ഇത് വരാൻ. പിന്നെ വരുമ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിങ്ങനെ പോകുമ്പം തീർച്ചയായിട്ടും ഇത് ഹൈ സ്പീഡായിട്ട് പോകാൻ പറ്റില്ല. കാരണം മെട്രോയുടെ പാതയിൽ കൂടെ പോകുമ്പോൾ അതിനൊരു ലിമിറ്റഡ് സ്പീഡുണ്ട്, ആ സ്പീഡിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. അത് ഈ ഓരോ സ്ഥലത്തും നിർത്തി പോകുമ്പം തീർച്ചയായിട്ടും ഇത് ഹൈ സ്പീഡായിരിക്കില്ല. ഇത് സ്പീഡ് കുറഞ്ഞ ഒരു ട്രെയിൻ ആയിരിക്കും. പക്ഷേ സൗകര്യമുണ്ട്, ഇല്ല എന്ന് പറയാൻ നോക്കില്ല. പക്ഷേ അത് അതിദൂരത്തേക്ക് അതിവേഗത്തിൽ പോകാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് കാസർഗോഡ് വരെ 3.5 മണിക്കൂർ കൊണ്ട് എത്തണം, അല്ലെങ്കിൽ കണ്ണൂർ വരെ 3.5 മണിക്കൂർ കൊണ്ട് എത്തണമെന്നാണല്ലോ. അത് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ശ്രീധരൻ പറഞ്ഞ പോലെ നമ്മൾ അതിവേഗ റെയിൽപാത പ്രത്യേകം ഉണ്ടാക്കണം. ആ പാതയിൽ 28 സ്റ്റേഷനിൽ കൂടുതൽ വരാൻ പാടില്ല. മാക്സിമം 28, 14 ആണെങ്കിൽ അത്രയും നല്ലത്. 28 സ്റ്റേഷനിൽ കൂടുതൽ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഏതാണ്ട് 200 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ 200-250 കിലോമീറ്റർ സ്പീഡിൽ പോയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 2 മണിക്കൂർ കൊണ്ടോ 3 മണിക്കൂർ കൊണ്ടോ അവിടെ എത്തും എന്ന് പറയുന്ന കാര്യം നടക്കുകയുള്ളൂ. 3.5 മണിക്കൂർ ഇല്ലാതെ പറ്റില്ല. 3.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും എന്ന് പറയുന്ന പദ്ധതി നടക്കുകയുള്ളൂ. അപ്പോൾ ഇത് ശരിയല്ല എന്നാണ് ഈ ശ്രീധരൻ പറയുന്നത്. ഈ ശ്രീധരൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ന് റെയിൽവേ സംവിധാനത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ കഴിയുന്ന, അതിന് പ്ലാൻ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സ്പെർട്ടാണ്. ഈ നടക്കില്ലെന്ന് പറയുമ്പോൾ ഈ റെയിലുമായി ബന്ധപ്പെട്ട് കുറച്ച് മഞ്ഞക്കല്ലെങ്കിലും എവിടെയെങ്കിലും താഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ അതുപോലും ഈ സംഭവത്തിൽ നടക്കില്ലെന്നാണ് പറയുന്നത്. അല്ല, ഇത് അതിന് പോലും ഉള്ള സ്കോപ്പില്ല. ഇതിനിപ്പോൾ സ്കോപ്പുണ്ട്. കാരണം വെച്ചാൽ ഹൈവേയുടെ നേരെ പിടിച്ചുകൊണ്ട് പോയാൽ മതി. ഇതിപ്പോൾ ആരുടെ നെഞ്ചത്ത് കയറ്റണ്ട. ഇതിനൊരു അഡ്വാൻറ്റേജ് അതേ ഉള്ളൂ. ഇതിപ്പോൾ നേരെ ഹൈവേ കൂടെ നമുക്ക് സൈഡിൽ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ നടുക്കൂടെ പിടിച്ച് പോകാനായിരിക്കും പദ്ധതി. അതാണെങ്കിൽ അങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ വേറെ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. ആ പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ഈ പാരലായിട്ട് പലയിടത്തും മെട്രോ വേണം. അപ്പോൾ ആ മെട്രോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഗുണം കിട്ടുമോ എന്നുള്ളതാണ്. മെട്രോ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ആറ്റിങ്ങൽ വരെ ഉണ്ട്. ബാക്കി പിന്നെ കൊല്ലത്തു നിന്നുള്ള വണ്ടി വരുന്ന അവരുടെ ബോർഡർ വരെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്ലേസ് മാത്രം നമ്മളിപ്പോൾ ഹൈ സ്പീഡ് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ കൂടെ കയറി അവിടെ ഇറങ്ങി പിന്നെ അതിനോട് കണക്ട് ചെയ്ത് പോകും. ഇത് കഴിഞ്ഞാൽ തന്നെ ആലപ്പുഴയും വേണം. ആലപ്പുഴയുടെ അതിന് എവിടെയെങ്കിലും കായംകുളത്തിന് അപ്പുറത്തോ എവിടെയെങ്കിലും ഒരു പിന്നെ മെട്രോയുടെ അത് വന്ന് നിൽക്കണം, സ്റ്റേഷൻ വന്ന് നിൽക്കണം. അപ്പോൾ ഇവിടുന്ന് കൊല്ലത്ത് നിന്ന് പോകുന്ന സാധനം അവിടെ ചെന്നിട്ട്
മെട്രോയായിട്ട് കണക്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നു. ഈ സംവിധാനം ഇല്ലാതെ ഇത് ചെയ്താൽ ഏതാണ്ട് ഹൈസ്പീഡ് റെയിലിൻ്റെ സാമ്പത്തികവും വരും, ഹൈസ്പീഡ് ആവുകയില്ല. അപ്പോൾ ഇത് ശ്രീധരൻ എന്ന അത്ഭുത പ്രതിഭാസം തന്നെ പറയുന്നത് ഇത് ഫെയിൽഡ് പ്രോജക്റ്റാണ്, ഇത് നടത്താൻ ബുദ്ധിമുട്ടാണ്. ഇത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്നാണ് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞത്. അദ്ദേഹത്തെ ഒരാൾ അങ്ങനെ ഒരു പൊളിറ്റിക്സ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പ്രോജക്റ്റിനകത്ത് പൊളിറ്റിക്സ് പറയില്ല, പ്രോജക്റ്റിനകത്ത് ഒരിക്കലും അദ്ദേഹം ഒരു കള്ളം കാണിക്കില്ല. അദ്ദേഹം പറഞ്ഞ ഇത് ശ്രീധരനുള്ള ഒരു തിരിച്ചടിയാണോ, ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരിക്കും? അദ്ദേഹം ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെയിൽവേ മിനിസ്റ്ററിനെ കണ്ടിരുന്നു, അതിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ശ്രീധരൻ ചെയ്യും മുമ്പ് തന്നെ ഞങ്ങൾ ഇതാ ഇറങ്ങുന്നു. അല്ല, ഇത്തരം വെല്ലുവിളികൾ ആണ് നമുക്ക് അബദ്ധം പറ്റുന്നത്. നമ്മളൊരു എക്സ്പേർട്ടിനെ ഒരിക്കലും തള്ളിക്കളയരുത്. കേരളത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമുക്ക് എല്ലാവരും എക്സ്പെർട്ടാണ്, പറയുന്നവർ മുഴുവൻ എക്സ്പെർട്ടാകുകയാണ്. അപ്പം അത് വരരുത്. ഞാൻ പറയുന്നത് ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ശ്രീധരനെ പോലുള്ള ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് റെയിൽവേ മന്ത്രാലയത്തിൽ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഇപ്പം എനിക്ക് ചുമ്മാ വേണേലും പറയാം അത് നടക്കില്ല, ഇത് അങ്ങനെയല്ല നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മളതിൻ്റെ ഒരു യാഥാർത്ഥ്യ ബോധം നോക്കണം. എന്താണ് അതിനകത്തെ ഫെയിലിയർ? ആ ഫെയിലിയർ എക്സ്പെർട്ടുകൾ പറയുന്നതിനെ നമ്മൾ മാനിക്കണം. എൻവയോൺമെൻറ്റൽ ഹസാർഡുള്ളത് അതെന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇപ്പം നമ്മൾ 44 നദികൾ, 10-15 കായലുകൾ, തടാകങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടേത്. അതിലൂടെ പോകുമ്പം ആ പോകുന്ന സ്ഥലത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ, അതൊക്കെ നമ്മൾ പഠിക്കാതെ നമ്മളിത് ചെയ്യാൻ പാടില്ലല്ലോ. പോട്ടെ, ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിങ്ങനെ കൊടുക്കുക ചോറും കഴിയുന്നത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു പ്രോജക്റ്റും അല്ല. അപ്പം അത് കേരളത്തിന് എത്രത്തോളം നഷ്ടം വരുത്തും, ബുദ്ധിമുട്ട് വരുത്തും എന്നുള്ളതാണ്. കെയർ റെയിലിന് പറ്റിയതാണ്, സിൽവർ റെയിലിന് പറ്റിയ പ്രശ്നം അതാണ്. വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നു, ആരോ അടച്ചിട്ട ഒരു AC മുറിയിലിരുന്ന് കണ്ണാടിക്കൂട്ടിലിരുന്ന് തീരുമാനിക്കുന്നു. അവിടെ നിന്ന് മാപ്പ് നോക്കുമ്പോൾ എളുപ്പമാണ്, കേരളത്തിൻ്റെ മാപ്പ് ഇങ്ങനെ കാണിച്ചിട്ട് അവിടെ ഇങ്ങനെ ലൈൻ അടിച്ച് ഇങ്ങനെ അങ്ങ് അറ്റം വരെ പോകാൻ എളുപ്പമാണ്. പക്ഷേ ഇത് ഫീൽഡിൽ ചെല്ലുമ്പോഴാണ് നമ്മളതിൻ്റെ പ്രശ്നം മനസ്സിലാക്കുന്നത്. അതാണ് സ്ത്രീകളടക്കം എന്നാൽ പിന്നെ എൻ്റെ നെഞ്ചി കൊണ്ട് വെക്കട കുറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയത്. ജീവൻ നിലനിർത്താൻ പറ്റാത്ത അവസ്ഥ വരുമെന്ന് പേടിച്ചിട്ടാണ് അവർ ഇറങ്ങിയത് അല്ലേ, അല്ലാതെ അവർക്ക് സമരം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. ഈ കേന്ദ്ര സർക്കാർ എല്ലാ കാലത്തും സംസ്ഥാന സർക്കാരിനെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ആദ്യം റെയിൽവേ ഒന്ന് ശരിയാക്കൂ, റെയിൽവേയുടെ ഈ പാത വികസിപ്പിക്കൂ, ഇരട്ടിപ്പിക്കുന്ന അതിനുവേണ്ടി സ്ഥലം തരൂ, ആദ്യം അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന് പലതവണ ആവർത്തിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഇവർ വലിയ പദ്ധതിയുടെ പുറകെയാണ് പോകുന്നത്. ഇതിന് ഏറ്റവും എളുപ്പം അതാണ്. നമ്മുടെ കഴിയുന്നത്ര വളവുകൾ നോക്കുക, പിന്നെ ഇപ്പോൾ ഉള്ള റെയിൽവേ ലൈനിന് സമാന്തരമായിട്ടൊരു ലൈൻ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് നോക്കുക. കാരണം അവിടെയൊക്കെ ആകുമ്പം വലിയ കൺസ്ട്രക്ഷൻസ് ഉണ്ടാകാൻ വഴിയില്ല. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കാണുന്നതല്ലേ, ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും വലിയ കൺസ്ട്രക്ഷൻസ് ഉണ്ടാവില്ല. മിക്കവാറും തീരദേശമോ അല്ലെങ്കിൽ വയലോ ഇങ്ങനെയൊക്കെ ഉള്ളിടത്തൂടെയാണ് അധികവും ഈ പ്രോജക്റ്റ്. സിറ്റിയിലോട്ട് കിടക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലാത്തടത്തൊക്കെ ഇതിന് സമാന്തരമായ ലൈനാണെങ്കിൽ കുറെ കൂടെ എളുപ്പമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതല്ലാതെ അത് വേറൊരു പദ്ധതിക്ക് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരും. അവിടെ ലാൻഡ് അക്വിസിഷൻ വരാം, ചില ബിൽഡിങ്ങുകൾ ഇടിച്ച് പൊളിക്കേണ്ടി വരും, പല പ്രശ്നങ്ങൾ വരും. ഇപ്പം തന്നെ നമ്മൾ നാഷണൽ ഹൈവേ കൂടെ പിടിച്ച് പോവുകയാണെങ്കിൽ പോലും നാഷണൽ ഹൈവേയുടെ വൈഡനിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആളുകൾ സഹിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോരുത്തർ സൈഡിലൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല ഇനി പൊളിക്കേണ്ട ആവശ്യം വരുമോ എന്നൊക്കെയുള്ള ഭീതിയുണ്ട് ആളുകൾക്ക്. അല്ലെങ്കിൽ അവിടെ കൂടെ പോകുമ്പം പിന്നെ ആക്സസ് ഇല്ലാതെ വരുമോ. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ എളുപ്പമല്ല ഒരു ഹൈസ്പീഡ് റെയിലിൻ്റെ പദ്ധതി തെക്ക് വടക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ഒരുപാട് പഠനം വേണം, എക്സ്പേർട്ടുകൾ തന്നെ ഇതിനകത്ത് വേണം. ഈ ശ്രീധരനെ പോലുള്ള ഒരാൾ ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് ഉപയോഗിക്കണം നമ്മൾ എന്നുള്ളതാണ് പൊതുവേ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം. അത് രാഷ്ട്രീയം അതിനകത്ത് വരാതെ നോക്കണം. പിന്നെ ഈ ശ്രീധരൻ പറയുന്ന ഒരു കാര്യം വാസ്തവമാണ്. ഇപ്പം നഗര മന്ത്രാലയത്തിൻ്റെ മന്ത്രി ഇവിടെ വന്നപ്പം മുഖ്യമന്ത്രിയുമായിട്ട് ഡിസ്കസ് ചെയ്തു, ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ പണം തരാമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് 2 സിറ്റികളെ ബന്ധിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഡൽഹി മീററ്റ് ഒരു റെയിൽപാത ഇതുപോലെ ഉണ്ട്. അത് കുറഞ്ഞ ദൂരത്തേക്ക്, അദ്ദേഹം പറയുന്നത് 50, 60, 70 കിലോമീറ്ററിലേക്ക് 2 സിറ്റികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഇതായത് ഇങ്ങനെ അങ്ങോട്ട് കേരളം മുഴുവൻ സിറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് തെക്ക് വടക്ക് ഇങ്ങനെ ആക്കണമെങ്കിൽ ആക്കാൻ പറ്റായികയൊന്നുമില്ല. പക്ഷേ അതൊരു വലിയ ലബോറിയസ് ടാസ്ക്കാണ്. അതിൽ ഈ പറയുന്ന സ്പീഡ് നടക്കുമെന്നുള്ളതും സംശയമാണ് എന്നുള്ളതാണ്. പിന്നെ ഇതിന് ഏറ്റവും കരണീയ മാർഗം എന്ന് പറയുന്നത് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സ്പേർട്ട് സംവിധാനമാണ് റെയിൽവേ എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോലും അവർ റെയിൽവേ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇപ്പോൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ പലയിടത്തും പോയി ഇന്ത്യൻ റെയിൽവേ ആണ് അവിടെ റെയിൽവേ സ്ഥാപിച്ചു കൊടുത്തത്. അതുപോലെ ലാറ്റിൻ അമേരിക്കൻ പല രാജ്യങ്ങളിലുമൊക്കെ ഇന്ത്യൻ റെയിൽവേ പോയി അവർ ഈ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നത്. അതുപോലെ
എക്സ്പേർട്ടായിട്ടുള്ള ഒരു ടീം. അവർക്ക് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭൂപ്രകൃതി കംപ്ലീറ്റ് അറിയാം. കടലിൽ കൂടെ എങ്ങനെ കൊണ്ടുപോകണം, കായലിൽ കൂടെ എങ്ങനെ കൊണ്ടുപോകണം, മല തുരന്ന് എങ്ങനെ കൊണ്ടുപോകണം, മലയ്ക്ക് ഇടയിൽ കൂടെ എങ്ങനെ കൊണ്ടുപോകണം, ഇതൊക്കെ അവർക്കറിയാം. ആ സംവിധാനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാതെ, അതുപോലെ തന്നെ അവർക്ക് പണമുണ്ട്, ആ പണത്തിൻ്റെ ഒരു ഷെയറും കൂടെ നമുക്ക് കിട്ടി ആ പ്രോജക്റ്റ് എങ്ങനെ നടത്താതെ നമ്മുടെ മെട്രോമേന് പോലും നമ്മളെ പാർട്ടി സെക്രട്ടറി ക്ലാസ് എടുത്തു കൊടുക്കും. ഒരപ്പവുമായി പോയാൽ വേഗം വിട്ടു. നമുക്ക് കേരളത്തിലുള്ള പ്രശ്നം അതാണ്. നമ്മളെല്ലാവരും മിടുക്കരാണ്, എല്ലാവരും സാഹിത്യകാരും, എല്ലാവരും സാഹിത്യകാരന്മാരാണ്, എല്ലാവരും ഗായകരാണ്, എല്ലാവരും രാഷ്ട്രീയക്കാരാണ്. അങ്ങനെ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ആൾ, ഞാൻ തന്നെയാണ് അവാർഡ്, ഏറ്റവും നല്ല അവാർഡ് വാങ്ങിക്കേണ്ട ആൾ. ഇങ്ങനെയാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പല അവാർഡുകളും പലപ്പോഴും വാടകയടിച്ചിട്ട് മൂക്കുപൊത്തി നടക്കേണ്ടി വരുന്നത്. ഇന്ന ആൾക്ക് അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ്. അപ്പം അത് നമ്മൾ വ്യക്തികളെ ബഹുമാനിക്കാൻ പഠിക്കണം. കേരളത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. അത് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ്, രാഷ്ട്രീയം പറഞ്ഞ് അവനെ കൊച്ചാക്കും. അങ്ങനെ കൊച്ചായിക്കൊണ്ടിരുന്നാൽ നമ്മൾ രാജ്യം കൊച്ചായി പോവും, സംസ്ഥാനം കൊച്ചായി പോവും, നമ്മുടെ ആൾക്കാർ തീരെ നിലവാരമില്ലാത്ത രീതിയിൽ ജീവിക്കേണ്ടി വരും. ആ ഒരു ഗതികേടിലാണ്. നമ്മൾ ബുദ്ധി പറഞ്ഞു കൊടുത്താൽ അവൻ മണ്ടനാവും. അത് കേരളത്തിൻ്റെ ഒരു വലിയ. എന്നാൽ മണ്ടന്മാർ വേറെ തിയറിയും കൊണ്ട് വന്നിട്ട് ഉറക്കെ പറയുമ്പോൾ, ഇത് സുമാർ അഴീക്കോട് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു ബുദ്ധിമാൻ ഒരു കാര്യം പറയുമ്പോൾ 1000 മണ്ടന്മാർ ചുറ്റും നിന്ന് കൂവിയാൽ പിന്നെ രക്ഷയില്ല, അയാൾ തോറ്റുപോകും. ഈ 1000 മണ്ടന്മാർക്ക് നമ്മൾ വിട്ടുകൊടുക്കും, അവൻ വന്ന് ഭോഗമണ്ടത്തരം കാണിച്ച് കുഴപ്പത്തിലാവും. ഇത് കേരളത്തിലെ പല പ്രോജക്റ്റിനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ എനിക്കറിയാം അവിടെ വരുന്ന പ്രോജക്റ്റുകളിൽ പലതിൻ്റെയും നിലവാരം എങ്ങനെയായിരുന്നു. നിവൃത്തിയില്ലാതെ പലരും സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്, പലരും സമ്മതിച്ചു. ആ നടത്തിയ പ്രോജക്റ്റുകളൊക്കെ കുഴപ്പത്തിലുമായിട്ടുണ്ട്. പിന്നെ എക്സ്പേർട്ട് പറയുന്നതിന് വെള്ളം ചേർത്തുകൊണ്ട് ചെയ്യാം, ഗാഡ്ഗിൽ പറഞ്ഞതിന് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് വെള്ളം ചേർക്കുക. വെസ്റ്റേൺ ഗാർഡ്സിന് പറ്റിയതാണ്. ഗാഡ്ഗിൽ പറഞ്ഞ് ഇന്നതേ ചെയ്യാവൂ, അത് പറ്റില്ല, അതൊന്നും ഇവിടെ നടപ്പാവില്ല. അത് ആരാ തീരുമാനിക്കുന്നത്? ഇവിടുത്തെ യൂണിയൻ നേതാക്കളും താങ്കൾ പറഞ്ഞ പോലത്തുള്ള നേതാക്കളും ഒക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഗാഡ്ഗിൽ ആരാ? അയാളോട് പോകാൻ പറ. മരിക്കുമ്പോൾ ഗാഡ്ഗിൽ ഭയങ്കര, ജീവിച്ചിരിക്കുമ്പോൾ ഗാഡ്ഗിലിന് വിലയില്ല. ഇതാണ് നമ്മുടെ നാട്. ഇത് ഈ ഹൈസ്പീഡ് റെയിലിനെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ. ഈ ശ്രീധരൻ അടക്കമുള്ള ഇന്ത്യൻ റെയിലിലെ എക്സ്പേർട്ടുകൾ അടക്കമുള്ളവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഹൈസ്പീഡ് റെയിൽ കേരളത്തിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.